നമസ്കാരം സുഹൃത്തുക്കളെ. 48 രാജ്യങ്ങൾ ലോകകപ്പിൽ കളിക്കുന്നു. പക്ഷേ ഫൈനലിൽ എത്തുന്നതോ വെറും 2 ടീമുകൾ മാത്രം. ഇത് എങ്ങനെയാണ് നടക്കുന്നത്? ഫിഫ വേൾഡ് കപ്പ് 2026ന്റെ പുതിയ ഫോർമാറ്റ് വെറും 3 മിനിറ്റിൽ വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. വീഡിയോ അവസാനം വരെ കാണൂ. ആദ്യ ഘട്ടം ഗ്രൂപ്പ് സ്റ്റേജ്. 2026 ലോകകപ്പിൽ 48 ടീമുകളാണ് പങ്കെടുക്കുന്നത്. ഈ 48 ടീമുകളെ 12 ഗ്രൂപ്പുകളായി വിഭജിക്കും. ഓരോ ഗ്രൂപ്പിലും 4 ടീമുകൾ വീതം. ഓരോ ടീമും ഗ്രൂപ്പിൽ 3 മത്സരങ്ങൾ കളിക്കും. ഒരു വിജയത്തിന് 3 പോയിന്റ്, സമനിലയ്ക്ക് 1 പോയിന്റ്, തോൽവിക്ക് 0 പോയിന്റ്. ഗ്രൂപ്പ് മത്സരങ്ങൾ കഴിഞ്ഞാൽ ഓരോ ഗ്രൂപ്പിലും റാങ്കിംഗ് തീരുമാനിക്കും. ഇത് കഴിഞ്ഞാൽ അടുത്ത റൗണ്ടിലേക്ക് ആരൊക്കെ? 12 ഗ്രൂപ്പുകളിൽ നിന്നുള്ള ഒന്നാം സ്ഥാനക്കാർ 12 ടീമുകളും രണ്ടാം സ്ഥാനക്കാർ 12 ടീമുകളും. അങ്ങനെ ആകെ 24 ടീമുകൾ നേരിട്ട് യോഗ്യത നേടും. ഇതിനു പുറമെ 12 ഗ്രൂപ്പുകളിലെ മൂന്നാം സ്ഥാനക്കാരിൽ ഏറ്റവും മികച്ച 8 ടീമുകളും അടുത്ത റൗണ്ടിലേക്ക് എത്തും. അങ്ങനെ 24 + 8 ടോട്ടൽ 32 ടീമുകൾ നോക്കൌട്ട് റൗണ്ടിലേക്ക് കടക്കും. ഇതാണ് റൗണ്ട് ഓഫ് 32. ഇവിടെയാണ് യഥാർത്ഥ പോരാട്ടം തുടങ്ങുന്നത്. 32 ടീമുകൾ നേർക്കുനേർ ഏറ്റുമുട്ടും. അതിൽ 16 ടീമുകൾ ജയിക്കും, 16 ടീമുകൾ പുറത്താകും. റൗണ്ട് ഓഫ് 16. ഇവിടെ ബാക്കിയുള്ള 16 ടീമുകൾ വീണ്ടും കളിക്കും. ജയിക്കുന്ന 8 ടീമുകൾ ക്വാർട്ടർ ഫൈനലിലേക്ക് കടക്കും. ക്വാർട്ടർ ഫൈനലിൽ 8 ടീമുകളും 4 മത്സരങ്ങളുമാണ് ഉണ്ടാവുക. ജയിക്കുന്ന 4 ടീമുകൾ നേരെ സെമി ഫൈനലിലേക്ക് കടക്കും. ഇതാണ് സെമി ഫൈനൽ റൗണ്ട്. ഇവിടെ കടുത്ത മത്സരങ്ങളായിരിക്കും. 4 ടീമുകൾ, 2 മത്സരങ്ങൾ. ജയിക്കുന്ന 2 ടീമുകൾ ഫൈനലിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. അതുകൂടാതെ തോൽക്കുന്ന ടീമുകൾ 3ാം സ്ഥാനത്തിനായുള്ള മത്സരവും നടക്കും. ഫൈനലിൽ ലോകത്തിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ നേർക്കുനേർ മത്സരിക്കും. ജയിക്കുന്ന ടീമാണ് ഫിഫ വേൾഡ് കപ്പ് 2026 ചാമ്പ്യൻ. ഫൈനൽ വരെ എത്തുന്ന ടീമുകൾക്ക് ഈ പുതിയ ഫോർമാറ്റിൽ ആകെ 8 മത്സരങ്ങൾ കളിക്കേണ്ടി വരും. ഇത് പഴയ ഫോർമാറ്റിനേക്കാൾ 1 മത്സരം കൂടുതലാണ്. ഇപ്പോൾ മനസ്സിലായല്ലോ, 48 രാജ്യങ്ങൾ ലോകകപ്പിൽ തുടങ്ങുന്നു. പക്ഷേ ഘട്ടം ഘട്ടമായി നോക്കൌട്ട് മത്സരങ്ങൾ ജയിച്ച് മുന്നേറുന്ന 2 ടീമുകൾ മാത്രമാണ് ഫൈനലിൽ എത്തുന്നത്. ഇവരിൽ ഒരാൾ മാത്രമാണ് ലോക ചാമ്പ്യൻ. ഇത്തരത്തിലുള്ള ഫുട്ബോൾ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ. നന്ദി.